നമസ്കാരം. നവലോക മില്ലറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതിന് കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീ കെ വി ദയാൽ സാർ വാനപ്രസ്ഥം ക്ലാസ്സിൽ നിന്ന് ഒരു കമ്പനി രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചും മില്ലറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കേണ്ടതിനെ കുറിച്ചും എന്നോട് പറയുകയും സാറ് തന്നെ ആ കമ്പനിക്ക് പേര് നിർദ്ദേശിക്കുകയും സാറ് നവലോക എന്ന നാമം ആ കമ്പനിക്ക് നൽകുകയും 2 വർഷമായി സാറിന്റെ തന്നെ ലോകമേറെ ശ്രദ്ധയോടുകൂടി ഇന്ന് കാതോർക്കുന്ന ആരോഗ്യത്താൽ ആനന്ദം എന്ന സാറിന്റെ ഒരു വലിയ കാഴ്ചപ്പാട് പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളെ ഒന്ന് പുനർനിർവചിക്കുന്നതിനും മില്ലറ്റുകളുടെ ആധുനിക കാലഘട്ടത്തിന്റെ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനുമായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടർ വേണുഗോപാൽ, എൻ്റെ സുഹൃത്ത് ഡോക്ടർ റെജി തോമസ്, മറ്റൊരാൾ ഞങ്ങളുടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് ശ്രീ അനന്തമോഹൻ ഭാസ്കർ, അദ്ദേഹം ഒരു NRI ആണ്. ഞങ്ങൾ 3 പേരുമായിരുന്നു ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മില്ലറ്റുകളുടെ 6 ഫ്ലേവറിലുള്ള മ്യൂസലികൾ, ഗ്രനോള, ഫ്രൂട്ട് ഗ്രനോള, മാൾട്ടുകൾ, നിരവധി മറ്റ് മില്ലറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ നവലോക വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ സാറിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഫ്രൂട്ട് പൗഡേഴ്സ് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 60ഓളം പ്രോഡക്റ്റുകൾ ഇന്ന് നവലോക വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ജൂലൈയിൽ സാറിന്റെ തന്നെ നിർദ്ദേശപ്രകാരം തിരുവല്ലയിൽ ഞങ്ങൾക്ക് ഒരു നമ്മുടെ കൂടെ ചേർക്കേണ്ടതായിട്ടുള്ള ഒരാളുണ്ട്. പേര് ലിറ്റിൽ എന്നാണ്, പക്ഷേ ആള് ലിറ്റിൽ അല്ല എന്ന് പറയുകയും ഞാനും ഡോക്ടർ റെജി തോമസും കൂടെ ലിറ്റിലിനെ കാണുകയും ചെയ്തു. കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജത്തിയാണ്. പക്ഷേ ഞങ്ങൾ കണ്ട ഒരു കാര്യം, കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈതൃക ജ്ഞാനത്തെ, നമ്മുടെയൊക്കെ പാരമ്പര്യവും പൈതൃകവും നമുക്കുണ്ട്. പക്ഷേ തൻ്റെ മുത്തശ്ശനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള അറിവിനെ വെറുതെ മാറാല പിടിച്ച് ഒതുക്കി വെക്കാതെ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ ചെയ്ത ഒരു പെൺകുട്ടിയായി ഞങ്ങൾക്ക് ലിറ്റിലിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ കൂടുന്നു. ഞങ്ങൾ അധ്യാപകരാണ്, ലിറ്റിലും അധ്യാപികയാണ്, നഴ്സിംഗ് സ്കൂളിൽ ട്യൂട്ടറാണ്, MSc നഴ്സിംഗ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 3 അധ്യാപകരാണ്, നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കിയാലോ. കഴിഞ്ഞ ജൂലൈയിൽ ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുകയും നവലോകയുടെ യാത്ര ഒരുമിച്ച് ആവുകയും ചെയ്തു. അപ്പോഴാണ് ദയാൽ സാറിന്റെ തന്നെ മറ്റൊരാശയമാണ് സൗന്ദര്യത്താൽ ആനന്ദം എന്നുള്ളത്. ആരോഗ്യത്താൽ ആനന്ദം എന്നതിൽ നിന്ന് ഞങ്ങളുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളെ സൗന്ദര്യത്താൽ ആനന്ദം എന്ന പുതിയ ഒരു മേഖലയിലേക്ക് കയറാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ധാരാളം യാത്ര ചെയ്തു. എത്ര യാത്ര ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഓരോ പ്രോഡക്റ്റിനും വേണ്ടി മാസങ്ങളോളം ഞങ്ങൾ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഞാനും റജിയുമായിരുന്നു കൂടുതൽ യാത്ര ചെയ്തിരുന്നത്. പുതിയ ഒരു ചങ്ങാതിയെ കൂടി കിട്ടിയപ്പോൾ, ഒരു സഹോദരിയെ കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായി യാത്രകൾ. പല ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സയന്റിസ്റ്റുകളുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോവുകയും ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ നിരവധി തവണ സാമ്പിളിംഗ് നടത്തി ഞങ്ങൾ തന്നെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് ഏതാണ്ട് 15ഓളം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വിപണിയിൽ എത്തിക്കാവുന്ന തരത്തിൽ ധൈര്യസമേതം കൊടുക്കാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രോഡക്റ്റാണ് ഒരു നാച്ചുറൽ ഹെർബൽ ഹെയർ ഡൈ എന്നുള്ളത്. അത് കൊള്ളാമോ എന്ന് എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലിറ്റിലിന്റെ ഹസ്ബൻഡ് ഇവിടെ അച്ഛൻ നിൽപ്പുണ്ട്, അച്ഛൻ്റെ മുഖത്ത് നോക്കിയാലും ഡൈ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്കൊരു പ്രാഥമികമായ വിവരം കിട്ടും. അങ്ങനെ ഡൈ എന്നുള്ളത് ഞങ്ങൾ പല പ്രാവശ്യം, എനിക്ക് തോന്നുന്നു 9 പ്രാവശ്യം അല്ലേ, 9ഓളം തവണ ഞങ്ങൾ ഇത് മാറ്റി പല തവണ സാമ്പിളിംഗ് നടത്തി, പല തവണ യാത്രകൾ നടത്തിയിട്ടാണ് 9ാമത്തെ ഉൽപ്പന്നമായിട്ടാണ് ഇപ്പോൾ വിപണിയിലേക്ക് വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക്, അതിന്റെ ലോഞ്ചിങ് ആണ്,
അതിന് സാറ് ഞങ്ങൾക്കൊരു പേര് തന്നിരുന്നു. സാധാരണയായി സാറാണ് പേരൊക്കെ ഇടാറുള്ളത്. പക്ഷെ ആ പേര് നോക്കിയപ്പോൾ ആ പേരിൽ മറ്റൊരു കമ്പനി ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കത് ഇറക്കാൻ നിർത്തിയില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് സാറ് പറഞ്ഞ ആ പേരിനോടൊന്നും സാറിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളുകളല്ല ഞങ്ങൾ ആരും. എങ്കിലും ഞങ്ങളുടെ ഒരു അറിവിൽ വെച്ചിട്ട് ഞങ്ങൾ പേരിട്ടു. അതിന്റെ പേര് വർണ്ണ എന്നാണ്. വർണ്ണം എന്നുള്ളതിൽ നിന്നാണ് ഞങ്ങൾ വർണ്ണ എന്നുള്ളതിലേക്ക് വന്നിട്ടുള്ളത്. നവലോകയുടെ വർണ്ണ ഇന്ന് ഞങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. അതിന് ഞങ്ങളുടെ ഗുരുനാഥൻ പകർന്നു നൽകിയിട്ടുള്ള തത്വശാസ്ത്രങ്ങളുടെ പിൻബലത്തിൽ നിൽക്കുക. അദ്ദേഹം ഡൈ ഉണ്ടാക്കാനൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം ഇനി എല്ലാവരും കൂടെ അദ്ദേഹത്തോട് ഡൈ ഉണ്ടാക്കാനെന്ന് പറഞ്ഞു തരണം, ഡൈ ഉണ്ടാക്കാനെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഗുരു അങ്ങനെയുള്ള ആളല്ല. ഒരു ചെറിയ വര വരച്ചിട്ട് ഈ വര മായ്ക്കാതെ ഒരു വലിയ വര വരയ്ക്കാമോ എന്നൊരു ഗുരുനാഥൻ ക്ലാസ്സിൽ ചോദിച്ചു. ശിഷ്യന്മാർക്ക് ആർക്കും സാധിച്ചില്ല. അവസാനം ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ആ ചെറിയ വരയുടെ അകത്തുകൂടെ അത് മായ്ക്കാതെ ആ വരയെ വലുതാക്കി മാറ്റി. അപ്പൊ വര മായ്ക്കാതെ, ഗുരു വരച്ച ചെറിയ വര മായ്ക്കാതെ ഒരു വലിയ വര എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നവലോക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഉൽപ്പന്നങ്ങൾ അത്തരത്തിലുള്ളതുണ്ട്. ഗുണപരമായിട്ടുള്ളതായിരിക്കും, സത്യസന്ധത ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വിലയും ഉണ്ടാവും. ഒരിക്കലും ഒരു അമിത ലാഭമോ കൊള്ള ലാഭമോ വെച്ചുകൊണ്ട് നവലോകയുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. ഒരു യാത്രയിൽ ഇന്നിപ്പോ ഞങ്ങളുടെ കൂടെ അതുകൂടെ പറയേണ്ടതുണ്ട്. ഇതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സ്വാഗത ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ 3 പേരാണ് ഈ കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ മുതൽ ലിറ്റിൽ തോമസ് ഞങ്ങളോടൊപ്പം ഉണ്ട്. വെറുതെ ഒരു ചങ്ങാതിയായിട്ടല്ല, നവലോകയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ലിറ്റിൽ തോമസ് ചുമതലയേറ്റിരിക്കുകയാണ് എന്നുള്ളതാണ്. വളരെ അഭിമാനത്തോടുകൂടി നവലോക ശ്രീമതി ലിറ്റിൽ തോമസിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ പൈതൃക ജ്ഞാനം എന്നുള്ളത്. ഇപ്പോഴും എത്ര കാര്യങ്ങളാണ് സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്നതിന് പരിശ്രമിക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പെൺകുട്ടികൾക്ക്, വീട്ടമ്മമാർക്ക്, സ്ത്രീ ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു വനിതാ ദിനം. ഇപ്പോ ലിറ്റിൽ തോമസ് ഒരു മാതൃകയാണ്. കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ പ്രൊഡക്റ്റീവായി എങ്ങനെ ചിലവഴിക്കാം എന്നുള്ളതിനാണ് ലിറ്റിൽ തോമസ് മുൻഗണന കൊടുക്കുന്നത്. ഞാനും റജിയും അത്തരത്തിലുള്ള ആളുകളാണ്. ഇപ്പൊ 3 ഗവേഷണ താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന ഒരു ത്രിമൂർത്തികൾ എന്ന നിലയിലാണ് ഞങ്ങൾ ജൂലൈ മുതൽ പ്രവർത്തിക്കുന്നത്. അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു ചടങ്ങായതുകൊണ്ടാണ് ഞാൻ ലിറ്റിൽ തോമസിനെ കൂടി അവതരിപ്പിച്ചത്. ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലേക്ക് ലിറ്റിൽ തോമസ് വന്നു കഴിഞ്ഞു. ഇന്ന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ സൈറ്റിൽ നിങ്ങൾ പോയാൽ ലിറ്റിൽ തോമസും ഞങ്ങളോടൊപ്പം അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഡയറക്ടറിനെ, കൊച്ചനുജത്തിയെ കൂടി ഈ ചടങ്ങിൽ വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആരാധ്യനായ തിരുമേനി ഞങ്ങളുടെ എല്ലാ ഭ്രാന്തൻ ചിന്തകൾക്കും ക്ഷമയോടുകൂടി ഇരുന്ന് തരിക. തിരുമേനിയെ പോലുള്ള ഒരാള് ഈ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക. അപ്പോൾ അല്ലാതെ കാണുമ്പോൾ നമുക്കൊരു അത്ര ഭയമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്കങ്ങനെ പറയാനൊക്കെ ഒരു സംശയമുണ്ട്. അല്ലാതെ വളരെ സാത്വികനായി അദ്ദേഹം ഇവിടെ ഇരിക്കും. വന്ന് നമ്മുടെ അടുത്തിരുന്ന് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനും. ഒരുപക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണവും അതായിരുന്നു, അനുഗ്രഹവും അതായിരുന്നു. തിരുമേനിയെ പോലെ ഒരാൾ ഞങ്ങൾക്ക് പിന്തുണയുമായി ഉണ്ട് എന്നുള്ളത്. എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ, നേരുണ്ടാവണം. നേരുണ്ടായാൽ പിന്നെ പേടിക്കേണ്ടതില്ല. ഞങ്ങളത് വാക്ക് കൊടുക്കുന്നു. ഞങ്ങൾ നേരിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ദയാസാറിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരിന്റെ പ്രതിരൂപമാണ്, ആധുനിക കാലഘട്ടത്തിന്റെ നേരിന്റെ പ്രതിരൂപമാണ് ശ്രീ KV ദയാൽ. അതുകൊണ്ട് തന്നെ നേരാണ് നവലോകയുടെ അടിസ്ഥാന പ്രമാണം എന്നതുകൊണ്ട് ആദരണീയനായ തിരുമേനിയെ അദ്ദേഹത്തിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും അനുഗ്രഹങ്ങൾക്കും നവലോകയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി സ്രോതസ്സായി, ഊർജ സ്രോതസ്സായി, കരുത്തായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിയെ ഈ ചടങ്ങിലേക്ക് ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുക. ഒരു ഗുരുവിനെ ലഭിക്കുക, ആ ഗുരുവിൽ നിന്ന് നല്ലത് മനസ്സിലാക്കാൻ പറ്റുക, ആ ഗുരു എത്ര ലളിതമായി, എത്ര എളുപ്പത്തിൽ നമുക്ക് അടുപ്പമുള്ളവനായി മാറുക. അറിവ് കൂടുന്തോറും നമ്മളിൽ നിന്ന് അകലുന്നവരെയാണ് നമ്മൾ കാണുക. അധികാരമുള്ളവൻ, അറിവുള്ളവൻ സാമാന്യ ജനങ്ങളിൽ നിന്ന് എപ്പോഴും ഒരു പടി അകലെയായി. എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാലോ,
ഇവിടെ വന്ന് ഈ മനുഷ്യന്റെ അടുത്ത് വരുന്ന ആളുകൾ എങ്ങനെയാണ് സാറ് പെരുമാറുന്നത്, വിനയം എന്താണ്, അവധാനത എന്താണ്, അറിവ് എന്താണ്, സത്യം എന്താണ്, കരുതൽ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ശ്രീ കെ വി ദയാൽ. അങ്ങനെ ഒരു ഗുരുനാഥന്റെ കീഴിലാണ് ഞാനും ശ്രീമതി ലിറ്റിൽ തോമസും ഒക്കെ പഠിക്കുന്നത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റെജി തോമസിനെ സംബന്ധിച്ചാണെങ്കിൽ 35 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ചെയർമാനായിരുന്ന ഒരു കാലഘട്ടത്തിൽ സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുകയും സാറുമായി അന്നേ സംസാരിക്കുകയും സാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആദരണീയനായ ഞങ്ങളുടെ ഗുരുനാഥനെ ഒരുപക്ഷേ ഇനി കേരളം കാതോർക്കേണ്ട, ഭാരതം കാതോർക്കേണ്ട, ലോകം ശ്രദ്ധിക്കേണ്ട, മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ കെ വി ദയാൽ സാറിന്റെ വാക്കുകൾ പിന്തുടരാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ ഗുരുനാഥനെ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവലോകയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ റെജി തോമസ്, പ്രിയപ്പെട്ട ശ്രീമതി ലിറ്റിൽ തോമസ്, ഞങ്ങൾക്ക് ദയാൽ സാറിന്റെ കാര്യം പറഞ്ഞാൽ ദയാൽ സാർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് കുരുവിള മാഷ് എന്ന് കൂടി പറയേണ്ടി വരും. കാരണം സാറിന്റെ ഒപ്പം ചെറുപ്പം മുതൽ തന്നെ പന്ത് കളി മുതൽ ഒരു കളിക്കൂട്ടുകാരൻ എന്ന നിലയിൽ കൂടുകയും പിന്നീട് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ മാറിയെങ്കിലും അവസാനം വീണ്ടും ഈ ചേരേണ്ടത് ചേരാതെ പറ്റില്ലല്ലോ. അങ്ങനെ ദയാൽ സാറിനൊപ്പം വരികയും ഇന്ന് ദയാൽ സാറിന് മാത്രമല്ല കൂടെ ചേരുന്ന എല്ലാവർക്കും ഒരു സന്തോഷമായി ഒരു മുതിർന്ന ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന കുരുവിള ലാലു ചേട്ടൻ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ സായി ഡോക്ടർ ഇവിടെയുണ്ട്. ഈ പറഞ്ഞതുപോലെയാണ് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ചില ചിത്രങ്ങളുണ്ട്. പക്ഷേ സായി ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ എന്ന് തന്നെ വിശ്വസം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന രോഗികളും അങ്ങനെയാണ്. ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആധുനിക ഭിഷഗ്വരന്മാർക്കൊക്കെ അത്ര താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ അറിയണം, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിന്ന് MDയും FRCSും ഒക്കെയുള്ള ഡോക്ടർമാർ രഹസ്യമായി ഈ മനുഷ്യന്റെ അടുത്തേക്ക് രോഗികളെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ്. അപ്പോ അത്തരത്തിൽ അറിവ് എങ്ങനെ ഫലപ്രദമായി മനുഷ്യൻ ഉപയോഗിക്കപ്പെടും എന്നുള്ളതിന് ഇന്നത്തെ കാലഘട്ടത്തിലെ നിസ്വാർത്ഥതയുടെ ഒരു പ്രതീകമാണ് ഡോക്ടർ സായി. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും. ഡോക്ടർ ഹരികൃഷ്ണൻ ഇവിടെയുണ്ട്, സായി ഡോക്ടറിന്റെ മോനാണ്. ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചനുജനെ പോലെ എപ്പോഴും ഒരു സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ആളാണ്. പിന്നെ ലിറ്റിൽ തോമസിന്റെ അമ്മ എത്തിയിട്ടുണ്ട്. ഇത് ദയാൽ സാറിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് അമ്മയാണ്. എല്ലാവരെയും ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ഈ ഡൈ എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നതിനെ കുറിച്ചും ഇതിന്റെ പുറകിൽ പ്രേരക ശക്തിയായി നിന്ന ശ്രീമതി ലിറ്റിൽ തോമസ് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം ആദരണീയനായ തിരുമേനി ഈ ഡൈ ദയാൽ സാറിന് നൽകിക്കൊണ്ട് ലോഞ്ച് ചെയ്യും. തിരുമേനിയും ദയാൽ സാറും നമ്മളോട് സംസാരിക്കും. അതിനുശേഷം ഡോക്ടർ റെജി തോമസ് ഒരു നന്ദി പ്രകാശനവും നടത്തും. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ.